സീതാദേവിയെ കണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ വൃത്താന്തമൊക്കെ അറിയിച്ച ഹനുമാൻ സ്വാമി ഭഗവാന്റെ കാര്യം എന്താണോ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് പൂർത്തിയാക്കി. അപ്പോൾ യഥാർത്ഥ ദൂതൻ്റെ ലക്ഷണം തൻ്റെ സ്വാമിയുടെ കാര്യം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി തൻ്റെ സ്വാമിയുടെ കീർത്തി വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. അപ്പോൾ ഹനുമാൻ സ്വാമി വിചാരിച്ചു, ഏതായാലും രാവണനെ നേരിട്ട് കാണാം, ഇങ്ങനൊരാൾ വന്നിട്ടുണ്ടെന്ന് അറിയിക്കാം, ഭഗവാന്റെ വൃത്താന്തങ്ങളൊക്കെ പറയാം, ഭഗവാന്റെ മഹിമ പറയാം, അയാൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് രാവണൻ്റെ സന്നിധിയിലേക്ക് എത്താൻ എന്താ മാർഗം എന്ന് ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഉപായം വന്നു. രാവണൻ്റെ സൈനികരെയൊക്കെ വധിക്കുക, രാവണൻ്റെ ലങ്ക, ഈ അശോകവനിക അതാദ്യം നശിപ്പിക്കുക. അപ്പോൾ സൈനികർ തന്നെ പിടിച്ചു കെട്ടാൻ വരും, അവരെ വധിക്കുക, അവസാനം രാവണൻ്റെ അടുത്ത് തന്നെ എത്താം. ഹനുമാൻ സ്വാമി ആ കാര്യം ചെയ്തു. അശോകവനിക തച്ച് തകർത്തു. സൈനികർ വന്നു, അവരെ വധിച്ചു, ആട്ടി ഓടിച്ചു. സൈന്യാധിപന്മാർ വരുന്നുണ്ട്, മന്ത്രിപുത്രന്മാർ വരുന്നുണ്ട്, രാവണൻ്റെ മകൻ അക്ഷകുമാരൻ വരുന്നുണ്ട്, അവരെയൊക്കെ വധിച്ചു. അവസാനം മേഘനാഥൻ തന്നെ വന്നു. ഹനുമാൻ സ്വാമി ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ചിട്ട് ആ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ബന്ധനത്തിന് വിധേയനായി നിന്നുകൊടുത്ത് രാവണൻ്റെ സന്നിധിയിലെത്തി. ആ സന്നിധിയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ മഹിമ മുഴുവൻ ഒന്നൊഴിയാണ്ട് വിളിച്ചു പറഞ്ഞു. രാവണന് ധർമ്മോപദേശം ചെയ്തു കൊടുത്തു. ഇതൊക്കെ കണ്ടപ്പോൾ രാവണൻ ആകെ ക്രുദ്ധനായി. ഒരു വാനരൻ എന്നോട് ധർമ്മോപദേശം ചെയ്യാൻ വളർന്നു എന്ന് ചിന്തിച്ചിട്ട് രാവണൻ പറഞ്ഞു, ഇവനെ അങ്ങ് വധിക്കാം, ഇപ്പോഴും തന്നെ വധിക്കണം എന്ന് ഉത്തരവിട്ടു. അപ്പോഴാണ് അടുത്ത് നിന്ന് വിഭീഷണൻ പറഞ്ഞത്, ദൂതന്മാരെ വധിക്കുന്നത് രാജാക്കന്മാർക്ക് ശോഭനീയമല്ല. ഊക്കുള്ള രാജാക്കന്മാർ, ധാർമ്മികരായിട്ടുള്ള രാജാക്കന്മാർ ദൂതന്മാരെ ഒരിക്കലും വധിക്കാറില്ല. ഈ കാര്യം രാവണൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ദൂതനെ വധിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടിയിട്ടുള്ള ശാപമാണ് ദൂതൻ നിമിത്തം സർവനാശം എന്നുള്ളത്. അവസാനം ഒരു ദൂതൻ, രാമദൂതൻ, സാക്ഷാൽ ഹനുമാൻ സ്വാമി നേരിട്ട് വന്ന് ലങ്കയെ നശിപ്പിക്കുക. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചെയ്തികൾ, അത് നമ്മളെ പിന്തുടരും എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, ഏതായാലും ഒരു അടയാളം കൊടുത്തു വിടൂ. രാവണൻ ആലോചിച്ചിട്ട് തീരുമാനിച്ചു, വാനരന്മാരുടെ ശൗര്യം അവരുടെ വാലിലാണ്. വാലില്ലാത്ത വാനരനെ കൂട്ടത്തുനിന്ന് തന്നെ പുറത്താക്കും. അതുകൊണ്ട് ഇവൻ്റെ വാലിന് തീ കൊടുക്കാം. വാലിന് തീ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടുവന്നു. ധാരാളം പട്ട് കൊണ്ടുവന്നു. ആ പട്ട് മുക്കാൻ ആവശ്യമായിട്ടുള്ള തൈലം, എണ്ണ അത് കൊണ്ടുവന്നു. ഇവർ ചുറ്റി തുടങ്ങിയപ്പോൾ കാണുന്ന കാര്യം, ഹനുമാൻ സ്വാമിയുടെ വാല് ഈ പട്ടുതുണികൾ ചുറ്റുന്നതിനനുസരിച്ച് വലുതാകുക. അവസാനം ആ കൊട്ടാരത്തിലുള്ള എല്ലാ പട്ടുതുണികളും കൊണ്ടുവന്നു. കാര്യമില്ല, വാല് ശേഷിക്കുന്നുണ്ട്. തൈലം തീരാറായി. എന്താ ചെയ്യുക? അസുരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങി, ഇവൻ ദിവ്യനാണ്, സാധാരണക്കാരനല്ല. രാവണൻ എന്തിനാ ഇങ്ങനൊരു അവിവേകം തോന്നിയത്? ആ സീതാദേവിയെ അപഹരിച്ചത് കൊണ്ടാണല്ലോ ഇവൻ വന്നത്, സീതയെ കാണാൻ വേണ്ടി വന്നതാണല്ലോ. രാവണൻ എന്തിനാണ് ഇങ്ങനൊരു അവിവേകം തോന്നിയത്? സർവനാശത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം എന്തിനാണ് രാവണൻ ചെയ്തതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങി. അവസാനം ഹനുമാൻ സ്വാമി തീ കൊടുക്കാൻ നിന്നു കൊടുത്തു. ഈ രാക്ഷസന്മാർ ഹനുമാൻ സ്വാമിയെ കെട്ടി, കയറുകൊണ്ട് കെട്ടി പുരത്തിലെല്ലായിടവും നടത്തിയിട്ട് പറയുകയാണ്, രാത്രിയിൽ വന്ന കള്ളനാണ്. അവസാനം ഹനുമാൻ സ്വാമി കൃശശരീരനായി, ശരീരത്തിൻ്റെ വലിപ്പം കുറച്ചു. അപ്പോൾ കയറുകൊണ്ടുള്ള കെട്ട് അങ്ങ് അഴിഞ്ഞു. ആ സമയത്ത് ഹനുമാൻ സ്വാമി ഉയർന്നു പൊങ്ങി ചരമഗിരിയിൽ കയറി നിന്നു. എന്നിട്ട് രാവണൻ്റെ ദിവ്യഹർമ്മ്യങ്ങൾ ഓരോന്നായിട്ട് തേടി പിടിച്ച് കത്തിക്കാൻ തുടങ്ങി. ലങ്ക മുഴുവൻ ചുട്ടു പൊട്ടിക്കാൻ തുടങ്ങി. അഗ്നിദേവനാണെങ്കിൽ ഒരു സദ്യ കിട്ടിയ സന്തോഷമാണ്. ദേവാരിയുടെ ഗേഹം ഓരോന്നായിട്ട് ചുട്ടുപൊട്ടിക്കാൻ കിട്ടിയിട്ടുള്ള അവസരം അഗ്നിദേവൻ നന്നായിട്ട് ഉപയോഗിച്ചു. അഗ്നിയുടെ ജ്വാലകൾ ഓരോന്നും ആഹ്ലാദത്തിൽ ഞാനാദ്യം എന്ന് പറഞ്ഞിട്ട് ആ ലങ്ക ചുട്ടുപൊട്ടിക്കാൻ നിൽക്കുക. എഴുത്തച്ഛൻ പറയുന്നത് അമ്പരത്തോളം ഉയർന്നു പൊങ്ങി എന്നാണ്. അഗ്നിയുടെ ജ്വാലകൾ ആകാശത്തോളം ഉയർന്നു പൊങ്ങി. അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുക, ദേവേന്ദ്രനോട് ഈ ലങ്ക കത്തിക്കരിഞ്ഞിട്ടുള്ള വിവരം, ലങ്ക ഭസ്മമായിട്ടുള്ള വിവരം പറയാൻ വേണ്ടിയിട്ട് ഓരോ അഗ്നിജ്വാലകളും തമ്മിൽ മത്സരിക്കുക. ഞാനാദ്യം പോയി പറയും എന്ന് പറഞ്ഞിട്ട് എഴുത്തച്ഛൻ അവിടെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രയോഗം നടത്തുന്നുണ്ട്. ഭൂമിയിലുള്ള സകലമാന വിലപ്പെട്ടിട്ടുള്ള രത്നങ്ങൾ, സ്വർണം ഇത്യാദികൾ കൊണ്ട് ഭൂതി പരിപൂർണമായിട്ടുള്ള ലങ്ക, ഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, എല്ലാ ഐശ്വര്യങ്ങളുടെയും കേന്ദ്രമാണ് ലങ്ക. ഹനുമാൻ സ്വാമി വന്ന് ലങ്ക ചുട്ടു പൊട്ടിച്ചതിന് ശേഷം വീണ്ടും ഭൂതി പരിപൂർണമായി തന്നെ ശേഷിച്ചു. എന്താ കാര്യം? രണ്ടാമത്തെ ഭൂതി വിഭൂതിയാണ്, ഭസ്മം. അവസാനം ഈ കൂട്ടത്തിൽ ഒരാളുടെ ഗൃഹം മാത്രം ശേഷിച്ചു, വിഭീഷണൻ്റെ ഗൃഹം. എന്നിട്ട് സീതാദേവി ഒന്നുകൂടി കണ്ട് ആ വാലിലുള്ള അഗ്നി തച്ച് കെടുത്തി, സാഗരത്തിൽ പോയിട്ട് കെടുത്തി. എന്നിട്ട് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോയി. ആ സമയത്ത് ഹനുമാൻ സ്വാമിക്ക് അഗ്നിയാൽ യാതൊരു വിധത്തിലും പീഡയുണ്ടായിട്ടില്ല. കാരണം പിതാവിൻ്റെ സുഹൃത്താണ് അഗ്നി, വായുവിൻ്റെ സുഹൃത്താണ്.
ദേവിയുടെ പ്രാർത്ഥന, ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദൂതൻ, ഇതുകൊണ്ടൊന്നും അഗ്നി ഹനുമാൻ സ്വാമിയെ ചുട്ടില്ല. അങ്ങനെയുള്ള സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി, അദ്ദേഹത്തിൻ്റെ ദൂതൻ, പരമഭക്തനായിട്ടുള്ള ഹനുമാൻ സ്വാമി സാഷ്ടാംഗം പ്രണമിച്ച് ഇന്നത്തെ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം.